ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു ഗെയിമിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതാണ് ഷാഡോ ഫൈറ്റ് 3 RPG ഫൈറ്റിംഗ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കാർണിവൽ ഓഫ് ടെറർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും, കാരണം ഇതൊരു ലെജൻഡറി കുംഫുവിനെ പറ്റിയുള്ളൊരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിമിൽ നമ്മൾ ഷാഡോ ഫൈറ്റ് 3 ആണ് കളിക്കാൻ വന്നത്. ഇതിന് മുമ്പത്തെ 2 പാർട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഷാഡോ ഫൈറ്റ് 4 ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ക്യാരക്ടർ സെലക്ട് ചെയ്യണം. ഇവിടെ മെയിലും ഫീമെയിലും ഉണ്ട് ഗൈസ്. നമുക്ക് മെയിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫേസ് ടൈപ്പ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. കുറേ ഫേസ് ടൈപ്പ് ഉണ്ട് ഗൈസ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം നമ്മൾ വയ്ക്കണം ഗൈസ്. ഗൈസ് ഇനി ഹെയർ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി ഇത്. ഇനി ഫേസ് ടൈപ്പ് മാറ്റി നമുക്ക് ഒരു ഫേസ് ടൈപ്പ് ഇത് വയ്ക്കാം ഗൈസ്. ഈ ഫേസ് ടൈപ്പ് വയ്ക്കാം. ഇനി ഹെയർ കളർ നമുക്ക് ഒരു ഗ്രേ കൊടുക്കാം ഗൈസ്. ഇതാണ് ഗൈസ് ഒരു അടിപൊളിയായിട്ടുള്ള ഇത്. അടുത്ത എൻ്റർ യുവർ നെയിം നമുക്ക് ഷാൻ സ്ക്യൂ എന്ന് കൊടുക്കാം. ഷാൻ സ്ക്യൂ. ഓക്കെ ഗൈസ്, അങ്ങനെ ഷാൻ ക്യൂ എന്ന് കൊടുത്തിരിക്കുകയാണ്. സെർവർ റെസ്പോൺസ് ടേക്സ് ലോങ്ങർ. ഓക്കെ, നമ്മളത് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഡൗൺലോഡിങ് ഡേറ്റ ഗൈസ്. അങ്ങനെ ഷാഡോ ഫൈറ്റ് 3 ഇതാ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഹൈ സൗണ്ടിലും ഗ്രാഫിക്സിലൊക്കെയാണ് ഗൈസ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഗെയിം. ഗൈസ് ആരെയും എൻട്രി ആണ് ഗൈസ്. ഇത് നമ്മളല്ല ഗൈസ്, ഇത് വേറെ ആരോ ആണ്. ഇത് എവിടെയോ വന്നതാണ്. നമുക്കത് ഫുള്ള് കണ്ടിട്ട് ഒരു കൈ വെച്ചങ്ങ് തട്ടിക്കളഞ്ഞു ഗൈസ്. ഓൾഡറിൻ്റെ അവിടെ ഒരു വെട്ടുകൊണ്ട് ഗൈസ്. അപ്പൊ ഇതില് കാര്യം എന്താന്ന് വെച്ചാൽ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണെന്നാണ് തോന്നുന്നത് എനിക്കിത്. ഇതെടുക്കാവുന്ന ആളായിരിക്കും ആ നിൽക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോഴേ ഗൈസ് മനസ്സിലാവുന്നത്. വലിയ കളിക്കാൻ നടക്കുന്നത് ഈ വലിയ ജയിലിൽ ഉൾപ്പെടാണ്. പുതിയൊരു ക്യാരക്ടറാണ് ഗൈസ് ഇത്. നമുക്ക് ഇവരിൽ ആരാണ് നല്ലത് ആരാണ് ചീറ്റൊന്നും കണ്ടുപിടിക്കില്ല ഗൈസ്. കാരണം ഈ കഥ ഒന്നും കഥയാണ്. ഈ കഥയിൽ എല്ലാവരും ആ ഒരു ഗെയിമിന്റെ സാധനം എടുക്കാൻ നോക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ എന്തോ ഇതിലോ അല്ലെങ്കിൽ എന്തോ എല്ലാം അടച്ചൊക്കെ നോക്കിയിട്ട് സംഭവം അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഹൈ ക്വാളിറ്റി ആയിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നേച്ചർ രാജ്യങ്ങൾക്ക് മാറി ഗൈസ്. ആ ഒരു എവിൽ പവർ ഫുള്ള് സ്പ്രെഡ് ഔട്ട് ആവുകയാണ്. ആ എവിൽ പവർ ഉണ്ടാകുന്ന ഒരു ഫീലില്ല. ഇതാണ് ഷാഡോ ഫൈറ്റ് 3ന്റെ തുടക്കം. ഒരു അടിപൊളി തുടക്കമായിട്ടാണ് ഷാഡോ ഫൈറ്റ് എന്ന് പറഞ്ഞ 3ന്റെ ഗെയിം വന്നിരിക്കുന്നത്. ഗൈസ് നമ്മൾ വെൽക്കം ടു ഷാഡോ സ്ക്വാഡ് ഫൈറ്റർ. ഇറ്റ്സ് എ പോസിബിൾ കൈൻഡ് ഓഫ് ഇൻ ദി വേൾഡ് റീജിയൻ. ഇപ്പോൾ ലീജിയൻ നമ്മളൊരു ഇതാണ്. അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മൈ നെയിം ഈസ് ഗിംസു. വി ഷാൽ ഗെറ്റ് ടുഗദർ. ആർ യു റെഡി ടു ഫൈറ്റ്? അപ്പോൾ നമ്മൾ ഈ ഗിംസു എന്ന് പറഞ്ഞ ആളൂടെയാണ് നമ്മൾ ഫസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പോകണം. ഒരു ടെസ്റ്റ് ആയിട്ടാണ് ഫൈറ്റ്. നമുക്ക് ഗിംസുവിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം. ലെഗിൻ്റെ ഇതുകൊണ്ട് നമുക്ക് കിക്ക് ചെയ്യാം. പഞ്ചിൻ്റെ അതുകൊണ്ട് നമുക്ക് സോഡ് യൂസ് ചെയ്യാം. പഞ്ച് ചെയ്യാം. പിന്നെ ഈ സ്ക്രോൾ ചെയ്യുന്ന സ്ഥലം കൊണ്ട് നമുക്ക് പല ടൈപ്പിൽ ആക്ഷൻസ് ഒക്കെ കാണിക്കാൻ പറ്റും. ഓൾ റൈറ്റ്, ലെറ്റ്സ് ഫൈറ്റ് ഫോർ റിയൽ. ഇത്
അപ്പോൾ ഇത്രയും സമയം നമ്മുടെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത്. ഈ സ്ക്രോളിൻ്റെ കൺട്രോള് പല ടൈപ്പിലും പല ഇതാണ് ഗൈസ്. നമ്മുടെ ഇരിക്കുന്ന ഈ വാള് അത് ഹോട്ടായിരിക്കുകയാണ്. അതൊരു അബിലിറ്റി ആയിരിക്കണം എനിക്ക് തോന്നുന്നു. ക്രിട്ടിക്കൽ ഷോട്ടാണ് ഗൈസ്. അടിപൊളി ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. മോളിൽ അവരുടെ ഹെൽത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അവരുടെ ഹെൽത്ത് മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. അവരുടെ ഹെൽത്ത് ഫുള്ള് തീർക്കാനാണ് നമ്മളെ ലക്ഷ്യം. ഇതുപോലെ കിംസോനെ നമ്മൾ തോൽപ്പിച്ചിരിക്കുകയാണ്. കിംസോ നമ്മൾ തോൽപ്പിച്ചു. നമ്മൾ ഫസ്റ്റ് ഫൈറ്റ് നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. യുവിൻ നമ്മൾ ഫസ്റ്റ് ട്രയൽ ഫൈറ്റ് നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. നമ്മുടെ XP കൂടിയിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലോട്ട് പോകണതാണ്. കുറേ പോയിന്റ് കിട്ടി. ആ ഓരോ ഹിറ്റിനും ഓരോ ഇത് യൂസ് ചെയ്യുന്നതിനും ഓരോ ഇതാണ് ഗൈസ്. ഷാഡോ അബിലിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഹെഡ് ഹിറ്റ് 8 എണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാർഡ്സും കിട്ടിയിട്ടുണ്ട്. ബാറ്റിൽ സോഡിൻ്റെത്, പിന്നെ ട്രെയിനിങ് യൂണിഫോം, ഇതിനൊക്കെ ഓരോ പവേഴ്സ് എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് എക്യുപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും ഗൈസ്. ഇതാണ് നമ്മുടെ ലോബി. ഇവിടെ നമുക്ക് 100 ഡയമണ്ട്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യു ലേൺ ഫാസ്റ്റ്, ലെറ്റ്സ് സീ വാട്ട് യു ക്യാൻ സ്ക്യൂർഡ് എക്യുപ്മെൻറ്റ്. എക്യുപ്പ് യുവർ ഗിയർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ സംഭവം ഇടാനാണ് പറയുന്നത്. അതിന് നമ്മൾ ഇവിടെയാണ് പോകേണ്ടത്. യെസ് ഗൈസ്, ഇതാണ് ട്രെയിനിങ് യൂണിഫോം. ഇത് കോമൺ ആർമറാണ് ഗൈസ്. നമുക്ക് കുറച്ച് കൂടെ തടിച്ച ഇതാണ് കിട്ടിയതെന്നാണ് ഗൈസ് തോന്നുന്നത്. എക്സലൻറ്റ്. കിംസോ ഇസ് ആൾറെഡി വെയിറ്റിംഗ് ഫോർ യു നിയർ അവർ ഔട്ട് പോസ്റ്റ് ഇൻ ദി ബാംബൂ ഫോറസ്റ്റ്. ഓ, ഇവരുടെ ഔട്ട് പോസ്റ്റ് ബാംബൂ ഫോറസ്റ്റിലാണുള്ളത്. അപ്പോൾ അവിടെ ഗിംസോ നമ്മൾ പിന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റൗണ്ട് 1. അപ്പോൾ ഇതിൽ റൗണ്ട്സ് ആയിട്ടാണ്. ഫോർ ദിസ് ടെസ്റ്റ് ഡോണ്ട് മൂവ്, യു വിൽ ബ്ലോക്ക് മൈ. നമുക്കിതിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബ്ലോക്കാണ് ഗസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്യണം. ഗിംസോ ഇത്തവണ ഹൈ പവറിലാണ് വന്നേക്കുന്നത് ഇവന്റ് എടുക്കാനായിട്ട്. നമ്മൾ എത്ര ഹിറ്റ് ചെയ്യുന്നൊരു സൈഡിൽ എഴുതി കാണിക്കും. ഇവിടെ ക്രിട്ടിക്കൽ ഹിറ്റ് ആണെങ്കിൽ ക്രിട്ടിക്കൽ എന്ന് എഴുതി കാണിക്കും. കോംബോ ആണെങ്കിൽ കോംബോ എന്ന് എഴുതി കാണിക്കും. ഇതാണ് നമ്മുടെ ബാംബൂ ഫോറസ്റ്റ്. നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്ത് 2 ബ്ലോക്ക് ചെയ്ത് ഒന്നും കൂടെ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് റിയലായിട്ട് ഫൈറ്റ് ചെയ്യാം. നമ്മൾ 3 ബ്ലോക്ക് ചെയ്ത് ഇനി നമുക്ക് ഫൈറ്റ് ചെയ്യാം. നോട്ട് ബാഡ് നൗ ട്രൈ ടു ബി. ഓ, മലത്തി അടിച്ച് നമ്മൾ ഗിംസോനെ മലത്തി അടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്തായാലും 2v2 ഫൈറ്റിങ്സ് ആണ് കഴിച്ച്. നമ്മൾ ഇനി വരുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മൾ 4v1 അങ്ങനെയൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഗിംസോയെ നമ്മൾ മലത്തി അടിച്ച് കഴിയും. പക്ഷെ നമുക്ക് ആർമർ ഉള്ളതുകൊണ്ട് അത്ര ഇത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് ക്രിട്ടിക്കൽ ഹിറ്റ്സ് ഒക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമുക്കാണ് ഏറ്റവും പവർ കൂടി ആർമർ എന്ന്. കാരണം ഇത്രയും അടി അടിച്ച് നമുക്കൊന്നും പറ്റുന്നില്ല. ഓ ഗൈസ്, നമ്മളങ്ങനെ ഗിംസോയെ വീഴ്ത്തിയിരിക്കുകയാണ്. റൗണ്ട് 2 ആയിരിക്കുകയാണ് ഗൈസ്. ഗിംസോയുടെ തന്നെ റൗണ്ട് 2. ഇതുപോലെ ടൈമാണ് ഗൈസ് എന്ന് തോന്നുന്നു. ഇൻഫിനിറ്റി. ഇപ്പം എല്ലാത്തിനും നമുക്ക് എത്ര ടൈം വേണോ അറ്റാക്ക് ചെയ്യുന്നത്. ഹെവി അറ്റാക്സ് നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ ഫൈറ്റ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ നിർത്താതെ ഗിംസോയിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, നമ്മളെ ഗിംസോ മലത്തി അടിച്ച്. ഞാൻ ഷാനി മൂന്നാണ് എടുത്തു. പക്ഷെ ഷാനി എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ ഗൈസ്. ഒരു അറ്റാക്കും കൂടെ മതി ഗൈസ്, ഗിംസോ മരിക്കും. യെസ് ഗൈസ്, നമ്മൾ ഗിംസോനെ തോപ്പിച്ചിരിക്കുകയാണ്. റൗണ്ട് 2 നമ്മൾ ഗിംസോനെ തോപ്പിച്ച്.
ഇനി അടുത്ത നമ്മുടെ പുതിയൊരു ഇതിലായിട്ടാണ് പോണത് ഗൈസ്. നമ്മൾ പുതിയ ഒരു റൗണ്ടിലേക്കാണ് പോണത്. നമ്മൾ XP കൂടിയിരിക്കുകയാണ് ഗൈസ്. ഹെഡ് ഹിറ്റ് 6. അപ്പോൾ ഇതിൽ നിന്നാണ് ഗൈസ് നമുക്ക് ഈ കോയിൻസ് കിട്ടുന്നത്. ഈ കോയിൻസ് കളക്ട് ചെയ്ത് നമുക്ക് എക്യുപ്മെൻറ്റ് മേടിക്കാം, നമ്മുടെ അബിലിറ്റീസ് ഒക്കെ കിട്ടാം. അപ്പോൾ ഇവിടെയാണ് ഗൈസ്. സാർജ് ഐ വിൽ മേക്ക് യു ഗുഡ് ഫൈറ്റർ ആഫ്റ്റർ ആൾ ലെറ്റ്സ് ഗോ ടു സ്റ്റോർ ആഫ്റ്റർ ഐ വിൽ ടെൽ യു ദ ഷാഡ്സ് ഓഫ് സ്ക്വാഡ് ഈസ് സ്പെഷ്യൽ. അപ്പം നമ്മൾ ഇങ്ങനത്തെ സ്ക്വാഡിൽ ഇത് ചെയ്തിരിക്കുകയാണ്. ഇതിലെല്ലാം നോക്കുന്ന സാർജ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ചെല്ലാനാണ് സാർജ് പറയണത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ബൂസ്റ്റർ പാക്ക് യൂസ് ബൂസ്റ്റർ പാക്ക് ടു ഒബ്റ്റെയിൻ. അതുപോലെ നമ്മൾ ഈ ബൂസ്റ്റർ പാക്ക് ഉപയോഗിച്ച് നമുക്ക് ഓരോ എക്യുപ്മെൻ്റൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. 11 പീസസിലേക്ക് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് ഓരോ കാർഡ്സ് കിട്ടും. ഹെൽമെറ്റിന് പവർ കൂടിയിരിക്കുകയാണ്. നമുക്ക് ഷോർട്ട് ബാക്കിൽ ഇടുക. ഇതൊക്കെ 85 ആർമറും കൂടെ കിട്ടിയിട്ടുണ്ട്. എക്യുപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് കിട്ടിയിരിക്കുക. യുവർ ഹെൽമെറ്റ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ വൺ. അപ്പോൾ ഹെൽമെറ്റ് ടിപ്പിക്കൽ വൺ. അപ്പോൾ ചാപ്റ്റർ 1 ഈസി. നമ്മൾ ചാപ്റ്റർ 1 അൺലോക്ക് ആയിരിക്കുകയാണ്. ഇതാണ് ചാപ്റ്റർ 1. After the shadows your god is the Legion's victory. The dynasty face looking around you. Dynasty എന്നതാണ് നമ്മുടെ മെയിൻ എതിരാളിയ ടീമിൻ്റെ പേര്. അപ്പോൾ അവളുടെ ഒരു സ്നൈപ്പറും ഒരു ഏജൻറ്റും ഒരു ആളിവിടെ ലുക്കിംഗ് ആണ്. അപ്പോൾ അയാളുടെയാണ് നമ്മൾ അടുത്ത ഫൈറ്റ് ചെയ്യാൻ പോകണമെന്നാണ് തോന്നുന്നത്. നമ്മുടെ മെയിൻ ദൗത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ലീജിയൻ ആദ്യം നമ്മുടെ എവിടെ സംഭവം നമുക്ക് എടുക്കണമെന്നാണ്. റൗണ്ട് 1 ആയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇത്തവണ ഡയനാസ്റ്റി ഗേൾ എന്ന് പറഞ്ഞൊരു പെണ്ണിലൂടെയാണ് ഗൈസ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പുതിയ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഈ ഫൈറ്റ് നടക്കാൻ പോകുന്നത്. നമ്മൾ ആർമറൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടാണ്. ആ പെണ്ണിൻ്റെ ഇരിക്കുന്ന വേറൊരു ടൈപ്പ് ആയുധമാണ് ഗൈസ്. നമ്മുടെ ഇരിക്കുന്ന സോഡാണ്. നമുക്ക് ഈ ആയുധങ്ങൾ ഈ പൈസ കൊടുത്തും ഇതിന് നമുക്ക് എടുക്കാൻ പറ്റും. കൺട്രോൾ കിട്ടുന്നില്ല. ഷാഡോ അബിലിറ്റി നമുക്കിങ്ങനെ ഷാഡോ അബിലിറ്റി ഉപയോഗിച്ച് ഇങ്ങനെ ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ നമ്മുടെ സ്പീഡിലായിരിക്കും നമുക്ക് എല്ലാം ചെയ്യുന്നത്. അവർക്ക് നമ്മൾ അത്രയ്ക്ക് കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഷാഡോ അബിലിറ്റി ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഷാഡോ അബിലിറ്റി ഒരു മെയിൻ പവറാണ്. നമുക്ക് ഷാഡോ അബിലിറ്റി ഉപയോഗിച്ച് നല്ല മാതിരി ആക്കാൻ പറ്റും. ഇതോടെ നമ്മുടെ ഹെൽത്ത് കുറേ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ജയിക്കണം. ഡൈനാസ്റ്റികൾ അവരുടെ ഷാഡോ അബിലിറ്റി എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഷാഡോ അബിലിറ്റി ഉണ്ട് ഗൈസ്. കൈ വിട്ടില്ല അങ്ങനെ റൗണ്ട് 1 നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അടുത്ത റൗണ്ട് 2 ആയിരിക്കുകയാണ്. റൗണ്ട് 2 ഫുൾ ഹെൽത്തോടെ ഡൈനാസ്റ്റികൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഫുൾ ഹെൽത്തോടെ തന്നെ നമുക്ക് കുറേ ക്രിട്ടിക്കൽ ഐറ്റം അടികളൊക്കെ അടിക്കുമ്പോഴേ നമുക്ക് ആ ഷാഡോ അബിലിറ്റി വരത്തുള്ളൂ. നമ്മൾ വലഞ്ഞ് അടിച്ചിരിക്കുകയാണ് ഗൈസ് ഡൈനാസ്റ്റികളുടെ. നമ്മൾ ഷാഡോ അബിലിറ്റി എടുത്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇനി ഈസി ആയിട്ട് കുറെ ഹിറ്റ് കൊടുക്കാൻ പറ്റും ഗൈസ്. നമുക്കൊരു ക്രിട്ടിക്കൽ ഹിറ്റുകൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഷാഡോ അബിലിറ്റി തീരുന്ന അതേ മൊമെന്റിൽ നമ്മൾ ഡൈനാസ്റ്റികളെ തോന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്തവണ ഷാഡോ അബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ പോയിന്റ്സ് കിട്ടും. പിന്നെ നമ്മൾ XPയും കൂടും. നമ്മൾ ഹാഫ് ലെവൽ 2-ലേക്കുള്ള വേയിലെ ഹാഫ് XP ആയിരിക്കുകയാണ്. ഹെഡ് ഹിറ്റ് × 5 ഷാഡോ അബിലിറ്റി 0 നമ്മൾ 2 തവണ ഷാഡോ അബിലിറ്റി യൂസ് ചെയ്തതാണ്. നമുക്ക് റെയിൻഫോഴ്സ്ഡ് കോട്ട് പുതിയൊരു സംഭവം കിട്ടിയത് 67-ൻ്റെയാണ്. ഇതാണ് ജൂൺ. പ്ലീസ് ലിസൺ ടു മീ. ഐ ആം ദ ജൂൺ. അവർ കമാൻഡർ ഡാൻഗ്യോ ഈസ് ഗോയിങ് ടു അറ്റാക്ക് ദി ബാംബൂ ഫോറസ്റ്റ് ടു ബ്രേക്ക് ദി ട്രൂസ് നമ്മുടെ എന്തോ ഒരു സീക്രട്ട് സംഭവമാണ്. അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഡാൻഗ്യോ വരും. ഈവൻ ഇഫ് ഷീ ഈസ് ലൈയിങ് വി ഹാവ് ടു ചെക്ക്. ഇതിലുള്ള ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഡാൻഗ്യോ നമ്മുടെ ഒരു എതിരാളി ആയിരിക്കാം ഈ ഡൈനാസ്റ്റി ടീമിൻ്റെ. ഇതാണ് ഗൈസ് റെയിൻഫോഴ്സ്ഡ്. ഇത് സ്കൗട്ട്സിൻ്റെ അങ്ങോട്ട് നേരത്തെ കിട്ടിയതിന് ലെവൽ 2 ആവണം ഗൈസ്. നമുക്കിപ്പോൾ റെയിൻഫോഴ്സ്ഡ് കോട്ട് ഇടാം.
ഇതാണ് ഗൈസ് കുറച്ചുകൂടെ പവർഫുൾ. ഈ വെപ്പൺ 69 ഗൈസ് പവർ. റിവാർഡ് ഇട്ടിരിക്കുകയാണ് 1000 നമ്മുടെ റിവാർഡ്. നമ്മളിപ്പോൾ 1400 കോയിൻസ് ആണ് നമുക്ക് മൊത്തത്തിൽ ആയിരിക്കണത്. നമുക്കിനി ഇവിടെ പോയിട്ട് വോയിസ് സ്പീക്കർ വെൽക്കം ടു ദ സൈറ്റ് ഇത് അതിൻ്റെ സ്റ്റോറി ഇതിലുള്ളതാണ് പറയുന്നത്. ചാപ്റ്റർ 1 ലീജിയൻ ഇതിനെപ്പറ്റി എഴുതിയിരിക്കുകയാണ്. എനിക്കിത് മനസ്സിലായ ഒരു സ്കോഡാണ്. ഈ സ്കോഡിൻ്റെ മെയിൻ ദൗത്യം എന്ന് വെച്ചാൽ ആ ട്രൂസ് എടുക്കുകയാണ്. അതിന് നമുക്കിത് ചാമ്പ്യൻഷിപ്പ് വരും, ഇവൻസ് വരും, പല ടൈപ്പ് നമ്മൾ വരും. അപ്പോൾ അതാണ് ഇതിലെ സ്റ്റോറിയിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ലെവൽ 2 ആകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ആരെയൊക്കെ കാണും, ആരുടെയൊക്കെ ഫൈറ്റ് ചെയ്യും എന്നൊക്കെ എല്ലാ ഈ ഡീറ്റെയിൽസ് ഈ സംഭവത്തിലാണ് ഉള്ളത് ഗൈസ്. നമുക്കപ്പോൾ ഇനി ഇവിടെ സൈഡിലായിട്ട് സെയിലൊക്കെ ഇതിലുണ്ട്. ഇത് ഓരോ ഇവൻറ്റ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കളക്ഷൻസ് സെറ്റ്സ് ആയിട്ട് നമുക്ക് കുറേ സംഭവം. നമുക്ക് ഈ കളക്ഷൻസ് ഇത്ര സംഭവം ഉണ്ടെങ്കിൽ കളക്ഷൻസ് മേടിക്കും. നല്ല പവർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതിൽ താഴത്തെ ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് മാത്രമേ ഇതിലുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ വെള്ള കാലത്തിലൊക്കെ ലെവൽ 1 ആയിട്ടുള്ളൂ. നമുക്ക് ഇനി ലെവൽ എടുക്കണം. ഇവിടെ പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോ ഹീലിങ്ങിനും ഓരോ അറ്റാക്കിങ്ങിനും സ്പെഷ്യൽ ടൈപ്പ് അറ്റാക്കൊക്കെയാണ് കഴിച്ച് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ഇത് സ്പെഷ്യൽ മൂവ്സാണ്. നമ്മൾ ഈ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് സ്പെഷ്യൽ മൂവ്സ് കിട്ടും. ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ കാർഡ് ആയതുകൊണ്ട് നമ്മൾ ഓരോ ഫൈറ്റ് കിട്ടുമ്പോൾ കാർഡിൻ്റെ കൂടെ ഇതൊക്കെ കിട്ടുമായിരിക്കും. കുറേ ഉണ്ട് ഗൈസ് ഇവിടെ തന്നെ നമ്മളിത് സ്കിൻസ് ആണ് ഗൈസ്. ഡീമോൺ പ്രിൻസിന്റെ സ്കിൻസ് ഇത് നല്ല സ്കിൻസ് ആണ് ഗൈസ്. ഇത് എല്ലാ സ്കിൻസ് ആണ്. സ്റ്റാറ്റസ് ഡ്രാഗൺ സ്കിൻ പോലത്തേക്ക് ഉണ്ട്. ഇത് സ്പെഷ്യൽ ആബിലിറ്റീസ് ആണ് ഷാഡോസിന്റെ. ഇതാണ് ചാപ്റ്റർ 1 നമ്മുടെ മാപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഡാങ്റയോ ലെജൻഡറി ഡോട്ട്സ് ബെട്രയർ. ഇവനാണ് നമ്മുടെ ബാംബു ഫോറസ്റ്റിലോട്ട് അറ്റാക്ക് ചെയ്തത്. അപ്പം നമ്മൾ ലേറ്റായി നമ്മുടെ ഔട്ട് പോസ്റ്റിനെ കത്തിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവന് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ്റെ സ്കോഡ് നമ്മളെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നെന്നാണ് ഇവൻ ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ ഫൈറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർജ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവരുടെ ഫൈറ്റ് ചെയ്യാനാണ്. നമുക്ക് ഫൈറ്റ് ചെയ്യാം. വി വിൽ ഇന്ററാക്ട് ഡാൻഡ്രോ ഇൻ ദ ഫാൽക്കൺ ഡോട്ട്സ്. ഫാൽക്കൺ ജോർജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ ഇവൻ്റെ സോൾജേഴ്സിനോട് ഫൈറ്റ് ചെയ്തിട്ട് ഫാൽക്കൺ ജോർജ് എന്ന സ്ഥലത്ത് നമുക്ക് ഡാൻഗ്രോയിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഡൈനാസ്റ്റി സോൾജർ. അപ്പോൾ ഈ ഡൈനാസ്റ്റിയുടെ മെയിൻ ആളാണ് ഡാൻഗ്രിയോ. അപ്പം ഈ ഡൈനാസ്റ്റി സോൾജേഴ്സായിട്ട് ഫസ്റ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഹിറ്റ് ആയിട്ടുണ്ട്. അവൻ്റെ ഇരിക്കുന്ന വെപ്പൺ ഒരു അടിപൊളി സ്റ്റിക്ക് പോലെ ഇതാണെങ്കിൽ പക്ഷെ അതിന് അടിപൊളി പവറാണ്. അതിൻ്റെ ഒരു ടൈമിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൈനാസ്റ്റി സോൾജറിനെ കോംബോ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. റൗണ്ട് 1 നമ്മളിവിടെ ജയിച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതാണെങ്കിൽ ബാംബു ഫോറസ്റ്റിൻ്റെ ഇത് നമുക്കിനി റൗണ്ട് 2 ഇപ്പോൾ മുകളിൽ ടൈമർ ഉണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങനത്തെ ഫൈറ്റിലൊക്കെ ടൈമർ ഉണ്ട്. ഇപ്പോൾ 98, 97 എന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ടൈമറിന് മുന്നേ ഈ ഡൈനാസ്റ്റി സോൾജറിനെ തോപ്പിച്ച് നമ്മൾ ജയിക്കണം. ചില ഫ്ലൈയിങ് കിക്ക് അങ്ങനെ സ്പെഷ്യൽ അബിലിറ്റി കിക്സും ബ്ലോക്സും പല ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡൈനാസ്റ്റി സോൾജറിനെ എടുത്തോണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ലെഫ്റ്റ് സൈഡിലും അപ്പുറത്തെ ക്യാരക്ടർ റൈറ്റ് സൈഡിലും. നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പുറത്ത് നോക്കി നമ്മൾ XP കൂടിയിരിക്കുകയാണ്. ഇവരിൽ 2-3 മാച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ 2 ആവും. ഇതിൽ ഷാഡോ അബിലിറ്റി 0 എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഷാഡോ അബിലിറ്റി യൂസ് ചെയ്തു.
നമുക്ക് സ്പെഷ്യൽ 16 നമുക്ക് ഇത്തവണ എക്യുപ്മെന്റിൽ പോയിട്ട് ട്രൈ ടു സ്റ്റെപ്പ് അവേ ഫ്രം യുവർ ഒപ്പോണന്റ് ദെൻ സ്ട്രൈക്ക് ബാക്ക്. അപ്പം നമ്മൾ ഒപ്പോണന്റിൻ്റെ കുറച്ച് പിന്നിൽ നിന്നിട്ട് പിന്നെ സ്ട്രൈക്ക് ബാക്ക് ചെയ്യണം. എന്നിട്ട് ഇവരോട് സ്പെഷ്യൽ മൂവ് ആയിരിക്കും. നമ്മൾക്ക് സ്പെഷ്യൽ ഇതൊക്കെ ചെയ്തിട്ട് ലെറ്റ്സ് ഗോ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിച്ച് നമ്മൾ പുതിയ വാള് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്കും മനസ്സിലായി നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇതിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഇത് നമുക്ക് ലെവൽ 2 ആണ്. അപ്പോൾ ഗോ ടു മാപ്പ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക്. ഇപ്പോൾ നമ്മൾ ലുക്ക് ഇങ്ങനെയാണ്. ഇതാണ് സറൗണ്ടിങ്സ്. നമ്മുടെ ഫുൾ ലുക്ക് ഇതാണ്. ഇവിടെ ട്രോഫി പോലത്തെ ഒരു സംഭവമാണ്. ഇത് 207 എന്ന് പറയുന്നത്. നമുക്കിവിടെ ബൂസ്റ്റേഴ്സ്, ഇവിടെ ഐറ്റംസ്, ഇവിടെ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതാണ് ഗൈസ് നമ്മുടെ ഐറ്റംസ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും. റിഫ്രഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം മേടിക്കും. ഒരു കത്വാൾ പോലത്തെ സംഭവം പുതിയത് 95ന്റെ ക്രൂസോടും കള്ളൊക്കെ ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ ഇവിടെ മോളിലത്തെ റോയില് പുതിയൊരു ഹെൽമെറ്റ് ഉണ്ട്. പിന്നെ ഒരു അടിപൊളി 15 ഡയമണ്ടിന് നമുക്കൊരു 103ന്റെ അറ്റാക്കിനുള്ളൊരു ചുറ്റിക ആക്ച്വൽ സംഭവം നമുക്ക് ഇത് വേണം. അങ്ങനെ നമുക്ക് ഈ ലാബ്രിയോസ് എന്ന് പറയുന്നൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് എക്യുപ്പ് ചെയ്തൊരു ഫൈറ്റിന് നമുക്ക് പോയി നോക്കാം. അടുത്തത് ഫ്രീ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഇത് ആഡൊക്കെ കണ്ടിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഫ്രീ ആയിട്ടുള്ള ഈ സംഭവങ്ങൾ. അടുത്ത നമ്മൾ എടുത്ത് നോക്കി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്ക് അറ്റാച്ച്മെന്റ് ലെവൽ 4 നമുക്ക് ഈ കംപ്ലീറ്റ് സ്റ്റോറിയും ഫൈറ്റ്സ് ഒക്കെ നമുക്ക് ലെവൽ 4 ആകുമ്പോഴേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ലെവൽ 1 ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് കയറി അടുത്ത ലെവലിലോട്ട് പോകണം. ഒരു ഇതാണ് ഇത്. അപ്പം നമുക്ക് ഇത് എക്യുപ്പ് ചെയ്തിട്ട് നമുക്ക് അത് വെച്ചൊരു ഫൈറ്റ് ചെയ്ത് നമുക്ക് ഇത് എക്യുപ്പ് ചെയ്യാം. ഹെൽമെറ്റ് ഇതാണ്. അടുത്ത നമ്മുടെ സ്വാഡ്സിൽ ഇത് 95ന്റെ ക്രൂഡ്, ഇത് 103ന്റെ ലാബ്രേസ്, 95ന്റെ ഇതൊക്കെ 69 ഉള്ളൂ. ഇത് എക്യുപ്പ് ചെയ്യാൻ ഇത് 2 കയ്യിൽ 2 ആയിരിക്കുള്ളത്. അതൊന്നും നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എക്യുപ്പ് ചെയ്യാൻ പോകുന്നത് വേറെ എന്തെങ്കിലും എക്യുപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമ്മുടെ മാപ്പിൽ ചെന്നിട്ട് നമുക്ക് ഈ വെപ്പൺ വെച്ച് നമുക്ക് ഫൈറ്റ് ചെയ്ത് നോക്കാം. ഫാൽക്കൺ ജോർജ്. സോ വി ആർ ഇൻ ഫാൽക്കൺ ജോർജ് ആൻഡ് ദാറ്റ്സ് അവർ അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഡാനിയും റേൻ്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഫാൽക്കൺ ഇവിടെ ജോർജിൽ വന്നിരിക്കുകയാണ്. സൺ ഫൈറ്റർ. പക്ഷെ ഇത് വേറൊരാളാണ് ഗൈസ്. ഡാനിയും റേൻ്റെ വേറൊരാളാണ് ഈ സൺ ഫൈറ്റർ. സൺ ഫൈറ്ററിൻ്റെ 2 വാൾ ചെയ്യും. നമ്മൾ 2 ആക്സിഡന്റ് പോയി 2 വാളെടുത്ത് നമ്മൾ അയാളെ സ്പീഡിൽ അറ്റാക്ക് ചെയ്യാണ്. ഇത് മെയിനായിട്ട് 1v1 ആണ് ഇപ്പോൾ നമ്മളിത് തുടങ്ങുമ്പോഴുള്ളത്. അതാണ് ഷാഡോ ഫൈറ്റിൻ്റെ പ്രത്യേകത. ഷാഡോ ഫൈറ്റർ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അതിൽ നമ്മളൊരു സ്റ്റിക്മാൻ ടൈപ്പ് ഒരു സംഭവമാണ്. ഇതപ്പോൾ നമ്മുടെ ഫൈറ്റ് ഫൈറ്ററിൻ്റെ കുറേ എടുത്ത് പോയിട്ടുണ്ട്. ഇതിലും നമ്മുടെ ടൈമറുണ്ട്. ഫ്ലിപ്പൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ഒരു ബാക്ക് കിക്ക് കൊടുത്തുകൊണ്ട് എടുക്കുകയാണ്. നമുക്കിനി സൺ ഫൈറ്റ് ഇത് ഗ്ലിച്ച് പോലെ പോവാണ് ഈ ഗെയിം. എനിക്ക് അത്രയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഷാഡോ അബിലിറ്റി വന്നിരിക്കുകയാണ്. നമ്മുടെ ഷാഡോ അബിലിറ്റി നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യം അവൻ്റെ ഷാഡോ അബിലിറ്റി റൗണ്ട് 1 ജയിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്ത പോകേണ്ടത് റൗണ്ട് 2.
പുതിയതായിട്ട് വന്നിരിക്കുക. നമുക്കിപ്പോഴും ഷാഡോ അബിലിറ്റി ഉണ്ട്. അത് കൊള്ളാം. കഴിഞ്ഞ ഇതിലെ ഷാഡോ അബിലിറ്റി നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവൻ നമ്മളെ മലത്തി കളിച്ചു. അപ്പോൾ ഷാഡോ അബിലിറ്റി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആക്സിത്തോളങ്ങ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവനെ മലത്തി അടിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഷാഡോ സൺഫൈറ്റർ സൺഫൈറ്റർ വീണിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ജയിച്ചിരിക്കുകയാണ്. നമ്മള് ജയിച്ചു. ഇന്ന് പുറകെ കണ്ടോ ഒരു ആളുടെ നമ്മുടെ എക്സ്പി പിന്നെ നമ്മളിതിൻ്റെ ഒരു ഫൈറ്റൊക്കെ ആകുമ്പോൾ 2 റൗണ്ടുള്ള ഫൈറ്റ് ആകുമ്പോൾ നമുക്ക് ലെവൽ 2 ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഷാഡോ അബിലിറ്റി നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയണം. എഡിറ്റ് ഷീൽഡ് റെയിൻഫോൾഡ് കോഴ്സ് നമുക്ക് പുതിയ അബിലിറ്റിയൊക്കെ വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിൽ ഏത് അബിലിറ്റി മാറ്റി വെച്ചോ നമുക്ക് ഈ ഷാഡോ ഫൈറ്റിൻ്റെ ഇത് കളിക്കാൻ പറ്റും. ഇല്ലല്ലേ വി മസ്റ്റ് മൂവ് ഡയറക്റ്റ്ലി. നമ്മൾ ഡയറക്റ്റ്ലി ഡുവൽ റിവാർഡ് എന്ന് പറഞ്ഞൊരു റിവാർഡ് ഉണ്ട്. ഡു യു ലൈക്ക് അവർ ഗെയിമേഴ്സ്? അടിപൊളി ഗെയിമാണ്. നമുക്ക് പിന്നെ റേറ്റ് ചെയ്യാം ഗൈസ്. നമുക്കിനി ഇതെടുത്ത് നോക്കാം. ഡാൻഗ്ലി വന്ന് വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഹൗ ഡിഡ് യു മാനേജ് ടു ബീറ്റ് മൈ? നമുക്ക് നിസാരമല്ലേ. സാർജ് നമ്മളെ പറ്റി കുറച്ച് പറയുകയാണ് ഗൈസ്. നമ്മുടെ പവർ ഭയങ്കര ഹൈ ആണെന്നാണ് അയാൾ പറയണത്. നമ്മൾ ഇവരും സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മളൊരു ബോസ് ഫൈറ്റ് ആണുള്ളത്. ഇത് നമുക്ക് അൺലോക്ക് ആയിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ഗോൾഡൻ ബ്രേക്കർ, അത് ബോസ് ഫൈറ്റ് ആണ്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഡാൻഗ്ലോയിലൂടെ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കും. വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫുൾ വ്യൂ മാപ്പാണ് ഗൈസ് ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി എന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ കണ്ടിന്യൂഷനും പുതിയൊരു അടിപൊളി വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഐറ്റംസ് എടുത്തിട്ട് കണ്ടോ, നമ്മൾ ഇതൊക്കെയാണ് കഴിച്ച് നമ്മളിപ്പോൾ എടുത്ത ഐറ്റംസ്. ഇനി നമുക്ക് എടുക്കാൻ ഈ ഹെൽമെറ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടി ഇനി എടുക്കാനുണ്ട്. എടുക്കാൻ കുറച്ച് സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ അതുവരെ ബൈ.